ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ തട്ടിക്കൂട്ടിയ ഒരു എഗ് ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ അതിന് വേണ്ടി എടുത്തിട്ടുള്ളത് ഒരു കപ്പ് ബസ്മതി റൈസാണ്. അപ്പോൾ എത്ര റൈസാണോ എടുത്തിരിക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളം തിളപ്പിക്കാൻ വെക്കുക. ഈ വെള്ളം തിളപ്പിക്കാൻ വെക്കുമ്പോൾ അതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യണം. ഉപ്പ് ആഡ് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊന്ന് ജസ്റ്റ് വെള്ളം ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരു പടി മുന്നിൽ ഉപ്പ് നിൽക്കണം. അങ്ങനെ ആകുമ്പോഴാണ് നമ്മുടെ അരിയിൽ കറക്റ്റ് ഉപ്പായിട്ട് വേവ് കറക്റ്റ് ആവുള്ളൂ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അരി വല്ലാണ്ട് വെന്ത് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഒരു 70 to 80% അരി വെന്താൽ തന്നെ ഇപ്പം നമ്മൾ സ്ട്രെയിനറിലേക്കാണ് മാറ്റുന്നതെങ്കിൽ സ്ട്രെയിനറിൽ ഊറ്റി മാറ്റി വെച്ച് ഫാനൊക്കെ ഇട്ടൊന്ന് ജസ്റ്റ് ആറാൻ വേണ്ടി വെക്കുക. കാരണം ഈ അരി ഇങ്ങനെ തന്നെ ഇരുന്നാൽ കൂടുതൽ വേവായി മാറും. അപ്പം നമ്മുടെ ആ ഒരു ടെക്സ്ചർ മാറും. വേറൊരു പാനിലേക്ക് മുട്ട, നമുക്ക് ആവശ്യത്തിന് എത്ര മുട്ട നിങ്ങൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ അതിനനുസരിച്ച് മുട്ടയും കുറച്ച് ഉപ്പ്, പെപ്പറൊക്കെ ആഡ് ചെയ്യുക. എന്നിട്ട് വളരെ ക്രഷ് ചെയ്ത് നമ്മൾ വളരെ കുത്തി പൊരിച്ചെടുക്കാത്ത രീതിയിൽ അത്യാവശ്യം പീസസായി ആഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മുട്ടേനെ പൊരിച്ചെടുക്കുക. ഒപ്പം തന്നെ വേറൊരു പാനിൽ കുറച്ച് സബോളയുടെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തിട്ട് അതൊരു പേസ്റ്റാക്കി ആഡ് ചെയ്യാം. നമ്മുടെ കയ്യിൽ സോസസൊക്കെ അവൈലബിൾ ആണെങ്കിൽ ടൊമാറ്റോ സോസും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം, സോയാ സോസും ആഡ് ചെയ്യാം. ഒപ്പം തന്നെ നമ്മുടെ മുട്ട അവിടെ വേവിച്ച് വെച്ചിട്ടുണ്ടായി, അരി വാർത്ത് സ്ട്രെയിനറിൽ എടുത്ത് വെച്ചു. ഈ മൂന്നും കൂടി ദമ്മ് പോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വളരെ എളുപ്പമാണ്. ജസ്റ്റ് ഒരു 15 to 20 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ എല്ലാ പരിപാടിയും തീരും. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. സാലഡിൻ്റെ കൂടെ ബെസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു സോ മച്ച്.